കടുക് മണിക്കൊരു കണ്ണുണ്ട്, ആ കണ്ണിനകത്തൊരു കരടുണ്ട്. കപ്പേള എന്ന സിനിമയ്ക്കകത്ത് നായികനോട് ചോദിക്കുന്ന ഒരു കടങ്കഥയത്. ശരിക്കും സിനിമയ്ക്കകത്ത് എവിടെ ഇതിന് ഉത്തരം പറയുന്നില്ല. പക്ഷെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. എവിടെയാന്നല്ലേ? അതിന്റെ പോസ്റ്ററിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കപ്പേള എന്ന് എഴുതിയിരിക്കുന്നത് നോക്കുവാണെങ്കിൽ ഇതിന് ഉത്തരം കിട്ടും. കടുക് മണിക്കൊരു കണ്ണുണ്ട്, ആ കണ്ണിനകത്തൊരു കരടുണ്ട്. ഉത്തരം സൂചിയും നൂലും. സിനിമ പേരെഴുത്തിനകത്തെ കൗതുകങ്ങൾ അല്ലെങ്കിൽ രസങ്ങൾ ഇങ്ങനെ പലതും നമുക്ക് കാണാൻ പറ്റും. മഹേഷിന്റെ പ്രതികാരത്തിന്റെ പോസ്റ്റർ നോക്കുവാണെങ്കിൽ ആ പോസ്റ്ററില് മഹേഷിന്റെ പേടിച്ചരണ്ട ആർത്ത് നിലവിളിക്കുന്ന ഒരു മുഖം കാണാൻ പറ്റും. കൂടാതെ സ്ലിപ്പർ ചെരുപ്പ് സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. അപ്പൊ ചെരുപ്പ് എടുക്കാൻ വേണ്ടി വെട്ടിയെടുത്ത പോലെ ഈ ബാക്കിയായ ഒരു റബ്ബർ ഷീറ്റിന്റെ കഷ്ണം പോലെയാണ് അതിന്റെ ബാക്കി ഭാഗം കാണുന്നത്. അല്ലെങ്കിൽ അതിനെ വേറെ രീതി നമുക്ക് പറയാം, നമുക്കൊരു ഇടിയൊക്കെ കിട്ടി കഴിയുമ്പോൾ ഈ ആനിമേഷൻ അല്ലെങ്കിൽ അമർചിത്ര കഥകളിലൊക്കെ കാണിക്കുന്ന ഒരു രൂപം ഉണ്ടല്ലോ, അതുപോലെയും ആ ബാക്കി ഭാഗത്തെ നമുക്ക് പറയാൻ പറ്റും. ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പ് എന്ന സിനിമയുടെ പോസ്റ്റർ നോക്കുവാണെങ്കിലും ഒരുപാട് പ്രത്യേകത കാണാൻ പറ്റും. ശരിക്കും സുകുമാരക്കുറുപ്പിന്റെ കഥ നമുക്കൊക്കെ നേരത്തെ അറിയാവുന്നുണ്ട്. ആ പോസ്റ്ററൊക്കെ നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവും. അതായത് അതിൽ ഓരോ അക്ഷരങ്ങളും എഴുതിയിരിക്കുന്നത് ഒരു ഫിംഗർ പ്രിന്റിന്റെ രീതിയിലാണ്. വെറും ഫിംഗർ പ്രിന്റ് അല്ല, കത്തിക്കരിഞ്ഞ എവിടുന്നോ എടുത്ത ഫിംഗർ പ്രിന്റ് പോലെയാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. മാത്രമല്ല അതിന് ചുറ്റും കരിയും പുകയും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇനി ഫഹദ് ഫാസിൽ തന്നെ നായകനായ ജോജി എന്ന സിനിമയുടെ പോസ്റ്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. സിനിമയുടെ മെയിൻ കോറ് തന്നെ ആ പേരെഴുത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം നായകൻ നെഗറ്റീവ് ഷെയ്ഡുള്ള നായകന്റെ പ്രധാന ആയുധം എന്ന് പറയുന്നത് ഗുളികയല്ലേ. അപ്പൊ ഗുളികേനെ O എന്ന ലെറ്ററിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇപ്പൊ I എന്ന ലെറ്റർ നോക്കുവാണെങ്കിൽ അതിങ്ങനെ അല്പം ചെരിഞ്ഞു നിൽക്കുക. അതായത് ജോജി തന്റെ ചേട്ടനായ ബാബുരാജ് അവതരിപ്പിച്ച കഥാപാത്രത്തെ കഴുത്തിൽ വെടിവെച്ചിട്ട് കൊല്ലുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ്, വെടികൊണ്ട പോലെയാണ് ആ I എന്ന ലെറ്റർ നിൽക്കുന്നത്. സൂക്ഷിച്ച് നോക്കി നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല വളരെ തന്ത്രശാലിയാണ് ജോജി. പല രീതിയിൽ തന്ത്രപരമായിട്ടാണ് തനിക്കെതിരെ നിൽക്കുന്നവരൊക്കെ ഒഴിവാക്കുന്നത്. അപ്പൊ അതിനെ സൂചിപ്പിക്കുന്നവരായിരിക്കും ഒരു ചൂണ്ടക്കൊളുത്ത് പോലെ കാണിക്കുന്നത്. പിന്നെ ചൂണ്ടക്കൊളുത്ത് തന്നെ സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, ചൂണ്ടയും ചൂണ്ടക്കൊളുത്തും ഒക്കെ. മലയാള സിനിമയിലെ പോസിറ്റീവ് കഥാപാത്രങ്ങൾ എടുത്ത അതിന്റെ മുൻപന്തി നിൽക്കുന്നതാണ് ചാർലി എന്ന കഥാപാത്രം. അതായത് എഴുത്തുകാരൻ ഉണ്ണിയാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദുൽഖറിന്റെ ചാർലി എന്ന് പറയുന്നത് കാറ്റ് പോലെ ഒഴുകി നടക്കുന്ന ഒരു കഥാപാത്രമാണെന്ന്. അപ്പൊ അതിനെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചാർലി എന്ന ടൈറ്റിലെ എഴുത്തിലും ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ പറ്റും. നായകനായ ചാർലി പൂക്കളെയും പുഴുക്കളെയും കാറ്റിനെയും പ്രകൃതിയെ തന്നെ പൂർണ്ണമായി ഇഷ്ടപ്പെടുന്നയാളാണ്. അപ്പൊ കഥാനായകന് ചുറ്റും ഇവയെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവയൊക്കെ അതിലെ കഥാപാത്രങ്ങളുടെ അവസ്ഥകളെ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന പോലെയാണെന്ന് വേണം നമുക്ക് പറയാം. അതായത് ചാർലിയെ അന്വേഷിച്ച് നടക്കുന്ന ടെസയുടെ കഥാപാത്രം, ഉള്ളിൽ ചാർലിയെ സ്നേഹിക്കുന്ന കനി, എന്നെങ്കിലും തന്റെ കാമുകി തിരിച്ചു വരും അല്ലെങ്കിൽ കാണാൻ പറ്റുമെന്ന് കരുതി കാത്തിരിക്കുന്ന കുഞ്ഞപ്പൻ ചേട്ടൻ, കടലിൽ ചാടി അപ്രത്യക്ഷയാകുന്ന ക്യൂൻ മേരി, ഇവരെയൊക്കെ പറവകളുടെയും പൂക്കൾക്കകത്ത് തല താഴ്ത്തിയിരിക്കുന്ന പുഴുക്കളുടെയൊക്കെ രൂപത്തില് പോസ്റ്ററിൽ ചിലപ്പോൾ ചിത്രീകരിച്ചിരിക്കുന്നതാവാം. ഈ പറഞ്ഞതൊക്കെ ശരിക്കും എഴുത്തുകാരന്റെയോ സംവിധായകന്റെയോ അല്ലെങ്കിൽ നടന്റെയോ പോസ്റ്റർ ഡിസൈനറുടെ ഒക്കെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ചിലപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടി ഒരു ക്രിയേറ്റിവിറ്റി ആയിരിക്കാം. പക്ഷെ ഈ പോസ്റ്ററുകളൊക്കെ ഒന്ന് നോക്കി, ചില സാമ്യങ്ങൾ കാണുന്നില്ലേ? ഇതിലെ നായകനോ അല്ലെങ്കിൽ സംവിധായകനോ എഴുത്തുകാരനോ ഈവൻ പോസ്റ്റർ ഡിസൈനർ പോലും ഒരാളല്ല. പക്ഷെ പോസ്റ്ററുകളിൽ ചില സാമ്യം നമുക്ക് കാണാൻ പറ്റും. അതെങ്ങനെയായിരിക്കും അങ്ങനെ വന്ന്? യാദൃശ്ചികമാകാനും വഴിയില്ല. അതെ, ഇതിൻ്റെയൊക്കെ പ്രൊഡ്യൂസർ ഒരാളാണ്, N കൃഷ്ണകുമാർ എന്ന കിരീട ഉണ്ണി. അപ്പം ഇത് യാദൃശ്ചികമായി വന്നതല്ല നമുക്ക് മനസ്സിലാവും. അദ്ദേഹം പർപ്പസ്ഫുള്ളി ചെയ്തതായിരിക്കാം, ഒരു പ്രൊഡ്യൂസർ സിഗ്നേച്ചർ ഇട്ടതായിരിക്കാം. ഡയറക്ടറുടെയും പോസ്റ്റർ ഡിസൈനറുടെ ഒക്കെ ബ്രില്യൻസിന്റെ കൂടെ ഒരു പ്രൊഡ്യൂസർ ബ്രില്യൻസും. ഇതുപോലെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരുപാട് പോസ്റ്ററുകളിൽ ഒരുപാട് ബ്രില്യൻസുകൾ ഒളിച്ചു വെച്ചേക്കുന്ന കാണാൻ പറ്റും. ഇനി നിങ്ങൾ പോസ്റ്റർ കാണുമ്പം എന്തോ ഒരു പ്രത്യേകത കാണുന്നുണ്ട്, പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഇനി ബ്രില്യൻസുകൾ കാണുവാണെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ കമന്റ് ചെയ്യാം. നമുക്ക് സിനിമ സംസാരിക്കാം.